സുഹൃത്തുക്കളെ, 19-ാം തീയതി നമുക്ക് ഇന്ന് വന്നേക്കുന്ന ഒരു ലോഡ് ചെടിയാട്ടോ. അന്നേരം അതിനകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് കാണാനായിട്ട് നിങ്ങൾക്കും താല്പര്യം കാണുമല്ലോ. അന്നേരം കൂടി അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ, റോസാ ചെടികളുടെ ഏകദേശം ഒരു 12,000-2,500 റോസും, അതേപോലെ തന്നെ വലിയ റോസ്, ചട്ടിയിലുള്ള റോസ് എല്ലാം ആയിട്ട് ഒരു ഫുൾ ലോഡ് സാധനം വന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് പൊന്നൂർ ഹാപ്പിനോറ ഫെസ്റ്റിലാണ് വന്നേക്കുന്നത്. അന്നേരം ബാക്കി ഡീറ്റെയിൽ ഒക്കെ ചുവടെയാണ്. എന്തൊക്കെ പ്ലാന്റ് ആവുന്നതെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം കാണുന്നില്ല, കൂടിങ്ങി വായോ. അത് 2 ലിറ്റർ നല്ല അടിപൊളി വലിയ കവറിലുള്ള റോസ്, അതേപോലെ തന്നെ ചട്ടിയോട് കൂടിയിട്ടുള്ള റോസ്, അതേപോലെ ക്രിസാന്തിമം പ്ലാന്റ് കണ്ട് അകത്തോട്ട് അട്ടിയിട്ട് വന്നേക്ക് നോക്കി എന്ത് ഭംഗിയല്ലേ. നല്ല അടിപൊളി ഒരു ലോഡ് പ്ലാന്റ് കണ്ട് ഈ പോർഷനിൽ വെക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകളാണ്. അന്നേരം താണ്ടെ ഫുൾ ലോഡ് സാധനമാണ് വന്നേക്കുന്നത്. അന്നേരം താണ്ട് ഇനിയിപ്പം എന്താ പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന റോസ് ഫുള്ള് തീർന്നു പോയി. അന്നേരം പുതിയ ലോഡ് ഇപ്പം വന്നതാണ്. താണ്ടെ നല്ല അടിപൊളി വെറൈറ്റി വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇറക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ അത് ഡാലിയ ഇരിപ്പുണ്ട് കേട്ടോ, ഡാലിയ പ്ലാന്റ് ഇരിപ്പുണ്ട്. അതുപോലെ റോസാ ചെടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ താണ്ടെ സെറ്റ് ചെയ്ത് ഇറക്കിയാലോ. പതുക്കെ നോക്കി ഡോറ് പതുക്കെ നോക്കി ഇറക്കി സേഫായിട്ട് ഞാൻ ഇറങ്ങട്ടെ. താണ്ടെ ഫുൾ ലോഡ് സാധനം താണ്ടെ അട്ടിയിട്ടേക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഒറ്റ ചെടി ഡാമേജ് ഇല്ലാത്ത രീതിയിലാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഒരുപാട് അട്ടിയിട്ടാണെങ്കിലും നമുക്ക് പ്ലാന്റ് മൊട്ടോട് കൂടിയിട്ടുള്ള റോസ് 8 കളർ റോസ് 8 കളർ റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ കവറിനകത്ത് തന്നെ, വലിയ കവറിനകത്ത് തന്നെ 8 കളർ മൊട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ ചട്ടിയോട് കൂടിയിട്ടുള്ള റോസൊക്കെ ഇരിപ്പുണ്ട്. റെഡി ചട്ടി റോസ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഫുൾ ലോഡാണ്, ഒരു ഫുൾ ലോഡ് റോസാണ് കൊണ്ടുവന്നേക്കുന്നത്. താറപ്പൊക്കെ ഇട്ട് കെട്ടി പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. എന്തൊക്കെയുണ്ട്, സുഖമാണോ? എവിടാ സ്ഥലം? എവിടാ? തൃശ്ശൂരല്ലേ? ഒരു ലോഡ് റോസ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? വീട്ടിൽ കിടക്കണം. എവിടെ സ്ഥലം? എവിടെ? മണ്ണുത്തിയാണോ? ഇവിടുന്ന് മണ്ണുത്തിയിലോട്ട് കൊണ്ടുപോകുന്ന? അടിപൊളി. ഇത് പേരെന്താ? ദേവരാഗ്. എന്ത് കണ്ണാടി, അടിപൊളി കണ്ണാടി അല്ലേ? ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾ വന്നിട്ട് നോക്കട്ടെ. തരുത്തില്ല, കൊച്ചു കള്ളാ. അന്നേരം താണ്ടെ ലോഡ് ഇറക്കുന്നതാണേ. നല്ല സെറ്റ് പ്ലാന്റ് ആണ്. നല്ല സെറ്റാക്കി കൊണ്ടുവന്നതാണ്ടേ. നന്നാലെണ്ണോ കൊണ്ടുപോവുക. ഏകദേശം നല്ലൊരു സെറ്റിലുള്ള റോസ് ഉണ്ട്. അങ്ങനെ ക്രിസാന്തിമം പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. ഇപ്പം അടിയിൽ പ്ലാന്റ് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് ലെയർ കൊടുത്താൽ തോന്നുന്നു. അന്നേരം ഇതാണ്ടേ സെറ്റ് പ്ലാന്റ്. അകത്തോട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അകത്തോട്ട് പ്ലാന്റുകളാണ് ഉള്ളത് ഫുള്ള്. അതുപോലെ ജെറിബറ പ്ലാന്റ് ഇരിപ്പുണ്ട്. അതുപോലെ അത്തി, കായോടുകൂടിയുള്ള അത്തിയൊക്കെ ഒരുപാട് പേര് തിരക്കിയാണ്. അന്നേരം അത്തിയുടെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ഹാപ്പിനോറ ഫെസ്റ്റാണ്. അതെ, ഹാപ്പിനോറ ഫെസ്റ്റിൽ ഇപ്പം രാവിലെ ലോഡ് വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി കൊല്ലത്തേക്ക് കുറച്ച് പ്ലാന്റുകൾ വരുന്നുണ്ട്. അന്നേരം വെയിറ്റ് ആൻഡ് സീ. അതേപോലെ വലിയ ചട്ടിയോട് കൂടിയിട്ടുള്ള ഓർക്കിഡ് റോസ് തിരക്കി ഇറങ്ങുന്നുണ്ട്. ഓർക്കിഡ് റോസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ കവർ റോസ് ഇതുകൊണ്ട് അത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫുള്ള് ഈ ഏരിയ ഫുള്ള് റോസ് കൊണ്ട് ഇപ്പം നിറയും കേട്ടോ. ഇതാണ്ട് റോസ് നല്ല സൈസ് റോസാണ്. നല്ല അടിപൊളി മുട്ടോട് കൂടിയിട്ടുള്ള റോസാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. അതാണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ചെമ്പരത്തി ഇരിപ്പുണ്ട് കേട്ടോ. ചെമ്പരത്തി ഏകദേശം ഒരു 500-ഓളം ചെമ്പരത്തി ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ജെറിബറ പ്ലാന്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തീരും മുമ്പ് വന്നു കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ്. ക്രിസാന്തിമം പ്ലാന്റ്, അതായത് ജമന്തി ചെടികളെ, ഹൈബ്രിഡ് വെറൈറ്റി ജമന്തി ചെടികൾ, ക്രിസാന്തിമം പ്ലാന്റ്. അങ്ങനെ അകത്തോട്ടൊന്ന് കാണിച്ചാൽ, അകത്തോട്ട് ആ പ്ലാന്റ് ഇരിക്കുന്നതൊന്ന് കാണിച്ചു കൊടുത്തേ. അങ്ങനെ അകത്തോട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാൻ വേണ്ടി. അവൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞേടാ. ക്രൈസാന്തിമം ഇരിപ്പുണ്ട്. ഡാലിയ നല്ല 10-300-400 ഡാലിയ ഇരിപ്പുണ്ട്. പിന്നെ ചെമ്പരത്തി ഇരിപ്പുണ്ട്. അകത്തോട്ട് ഇരിക്കുക അല്ലേ? അകത്തോട്ട് ഇരിക്കുകയാണ്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. ആവശ്യമുള്ള പ്ലാന്റുകളെല്ലാം വാങ്ങാം. അന്നേരം താണ്ടെ ഹാപ്പിനോറ ഫെസ്റ്റ് ആണ്. കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ പ്ലാന്റുകളെല്ലാം കണ്ട് വാങ്ങാവുന്നതാണ്. പിന്നെ അതൊരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിനകത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം. ഓർക്കിഡ് വെറൈറ്റി റോസൊക്കെ ഇറങ്ങാറുണ്ട്. കുരുമുളക്, അന്നേരം ആ ഭാഗത്തെല്ലാം ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ഇവിടെ ഫുള്ള് റോസായിരുന്നു. ആദ്യത്തെ ഒരു വലിയ ലോഡ് റോസ് ഇറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നേരം ഡാലിയ പ്ലാന്റ് ഒക്കെ ഇറങ്ങാറുണ്ട്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ കാണാം. ഇന്നത്തെ ദിവസം, അതായത് വ്യാഴാഴ്ച ഇറക്കിയ ലോഡാണ്. വ്യാഴാഴ്ചയാണ്. നിങ്ങൾക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതുകൊണ്ട് ചിലപ്പോൾ തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മാൻഡിവില്ല പ്ലാന്റ്, ഇനി ഇരിക്കുന്ന മാൻഡിവില്ല പ്ലാന്റ്. അതിൽ നിന്ന് ബൊഗെയിൻ വില്ലാസ്, നല്ല അടിപൊളി ബൊഗെയിൻ വില്ലാസ്, വലിയ മൾട്ടി ഗ്രാഫ്റ്റ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ബൊഗെയിൻ വില്ല, നല്ല സൈസ് ബൊഗെയിൻ വില്ല. അതേപോലെ തന്നെ താണ്ടെ ഹവായി വൈറ്റിൻ്റെ വലിയ തടിക്കകത്ത് സെറ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്. അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലെയിം വെറൈറ്റി, വൈറ്റും കൂടെ കോമ്പിനേഷൻ, വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ. അപ്പോൾ അതേപോലെ ബട്ടർ കപ്പ്, ഇതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്. ഇതെല്ലാം ഇറക്കിയിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫുൾ ഇറക്കിയതിന് ശേഷം ബാക്കിയുള്ള ലോഡ് വീഡിയോസൊക്കെ അയക്കുന്നതായിരിക്കും. സമയം പോലെ വായോ.